ട്രെഡ്മിൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ജിം എക്യുപ്മെന്റ് പണ്ട് ഒരു ബ്രൂട്ടൽ ടോർച്ചർ ഡിവൈസ് ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. ഇല്ലെങ്കിൽ വെൽക്കം ടു ദി ഡാർക്ക് ഹിസ്റ്ററി ഓഫ് ദി ട്രെഡ്മിൽ. 1818 ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന സർ വില്യം ക്യൂബിറ്റ് ആണ് ട്രെഡ് വീൽ എന്ന എക്യുപ്മെന്റ് പ്രിസൺ പണിഷ്മെന്റിന് വേണ്ടി ഉണ്ടാക്കുന്നത്. ഒരു വലിയ റൊട്ടേറ്റിംഗ് ഡ്രമ്മിൽ സ്റ്റെപ്സ് പിടിപ്പിച്ചിരുന്ന ഡിസൈൻ ആയിരുന്നു ട്രെഡ് വീലിന് ഉണ്ടായിരുന്നത്. ഓരോ ദിവസവും 10 മണിക്കൂറോളമാണ് ജയിൽ പുള്ളികളെ ഇതിൽ പണിഷ്മെന്റിനായി നടത്തിച്ചിരുന്നത്. അതായത് ഏകദേശം 5000 അടി മുകളിലേക്ക് ഒരു മല കയറുന്നത് പോലെ കയറുക, അതും ഡെയിലി. ദിവസേന കൊടുക്കുന്ന ഈ പണിഷ്മെന്റ് കാരണം ആളുകൾ കുഴഞ്ഞു വീഴുകയും കാലിന്റെ തൊലി പോവുകയും എല്ലുകൾ ഒടിയുകയും എന്തിന് മരിക്കുകയും വരെ ചെയ്തിരുന്നു. വിക്ടോറിയൻ ഭരണകാലമായിരുന്ന അന്ന് ഏകദേശം 50-ന് മുകളിൽ വരുന്ന ബ്രിട്ടീഷ് ജയിലുകളിലാണ് ട്രെഡ് വീൽ ഉണ്ടായിരുന്നത്. 1898 ട്രെഡ് വീലുകളുടെ ക്രൂരത പുറം ലോകം അറിയുന്നതും അത് പിന്നീട് ബാൻ ചെയ്യപ്പെടുന്നതും. വർഷങ്ങൾക്ക് ശേഷം 1950 ഡോക്ടർ റോബർട്ട് ബ്രൂസ് എന്ന ഒരു കാർഡിയോളജിസ്റ്റാണ് ട്രെഡ്മിൽ ഹാർട്ട് ഡിസീസിന്റെ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ പഠനങ്ങളിൽ നിന്നും ട്രെഡ്മില്ലിൽ എക്സസൈസ് ചെയ്യുന്നത് ഹാർട്ട് ഡിസീസസ് കുറയ്ക്കാൻ സഹായിക്കും എന്ന് തെളിയിക്കപ്പെട്ടു. അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ട് ട്രെഡ്മിൽ ഒരു സ്റ്റേപ്പിൾ ഫിറ്റ്നസ് എക്യുപ്മെൻ്റായി മാറുകയായിരുന്നു. ജിമ്മുകളിലും വീടുകളിലുമൊക്കെ ഇപ്പോൾ ട്രെഡ്മില്ലിൻ്റെ സാന്നിധ്യം വളരെയധികമുണ്ട്. ഒരു കാലത്ത് ആളുകളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെഷീൻ ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഫിറ്റാകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്താ അല്ലേ? ട്രെഡ്മില്ലിൻ്റെ ഈ ഡാർക്ക് ഹിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?